ദൈവമേ, ഞാൻ അവളെ ശല്യം ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ആദ്യ സെഗ്മെന്റ് വിജയകരമാക്കി തരണേ. ആ ക്ലൈമാക്സിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന വെട്ടിക്കെട്ടടിയാണ്. എനിക്ക് അടിമേടിച്ച് തരണേ. ഞാനൊരു വെടിവഴിപാട് തന്നെ നടത്തിക്കൊള്ളാമേ. ഇവനെന്താ ഇവിടെ? ഹായ് പാറു. ഹായ് സാജൻ. ഇവിടെ എവിടെ പോകാനായിരിക്കും ഇവിടെ നിൽക്കുന്നത്? എന്തായാലും തുടങ്ങാം. തിരിഞ്ഞു നിൽക്കാം. വീട്ടില്ല ഞാൻ. സാജൻ, ഞാനിപ്പോ കടവന്ത്രയിൽ പോവാണ്. ബസ്സിൽ കയറി എന്റെ ഫ്രണ്ട് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് സാജന്റെ ബൈക്കിൽ കയറാൻ പറ്റില്ല. പിന്നെ എനിക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് ബസ്സിൽ വരുന്ന ഫ്രണ്ട് അടുത്ത് ഒരുപാട് കാര്യം പറയാനുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല. ഓക്കെ സാജൻ, ബൈ. സാജ, ലക്ഷ്യം ഓക്കെ, ചോദിക്കാം. ഞാൻ വന്നതൊരു ശല്യമായല്ലേ? ശല്യായി. ഓയോ, താങ്ക് യു വെരി മച്ച്. ഇത്ര പെട്ടെന്ന് ഞാൻ ഈ റൗണ്ട് കിടക്കുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. റൗണ്ട്? അതെ, റൗണ്ട്. അതൊന്നും പറയില്ല, സീക്രട്ടാ. പിന്നെ ഇനി നമ്മൾ അടുത്ത് തന്നെ വീണ്ടും കണ്ടുമുട്ടും. തുടർന്നും പാറു എന്നെ വെറുക്കണം. എന്നെ വെറുക്കേണ്ട മനസ്സ് പാറു തയ്യാറാക്കി വെക്കുക. ഇനി തല്ലോ മറ്റോ തോന്നിയാൽ എന്നെ വിളിക്കേണ്ട നമ്പർ 9037779999. ഓക്കെ, സീ യു. എങ്ങോട്ടാ ഇവൻ ഉന്നം വെച്ച് കയറുന്നതിന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ആ വരട്ടെ, നോക്കാം. വെയിറ്റ് ചെയ്യാം, പക്ഷെ എത്ര നാള്? നിന്നോട് ജിമ്മിൽ ചെന്ന് ചേരാൻ അവൾ പറഞ്ഞതല്ലേ? നീ ഇത്രയും ദിവസം കൊണ്ട് അവിടെ കയറി അവൾ വളച്ചാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അതെ, ഞാൻ ജിമ്മിൽ പോണെ കുറിച്ച് ആലോചിച്ചു. പക്ഷെ അന്വേഷിച്ചപ്പോൾ പാറു ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അതുമാത്രമല്ല, പിന്നെ ഞാൻ മേലാണെങ്കിൽ പണി ചെയ്ത ഒരുമാതിരി വൃത്തികെട്ട തുമ്മല, അലർജിയാ. എടാ, സ്നേഹത്തിന് വേണ്ടി എന്തും ചെയ്യേണ്ടവരാ കാമുകന്മാർ, അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട്സ്. കൈ നനയാതെ മീൻ പിടിക്കണമെന്നൊക്കെ പറഞ്ഞാൽ എന്നാൽ ഞാൻ ഇറങ്ങാൻ കളത്തിലേക്ക്. എന്നാ ഒന്ന് ഇറങ്ങണം. എന്തു വേണേലും പറഞ്ഞാൽ മതി. പറയാം. അതിനുമുമ്പ് ഒരു കാര്യമുണ്ട്. നീ കുറച്ചുകൂടെ ഒന്ന് ബോൾഡ് ആവണം. പാറുവിന് ഉരുളയ്ക്ക് ഉപ്പേര് പോലെ മറുപടി പറയുന്ന ആണുങ്ങളെ ഇഷ്ടം. അതിപ്പോ നമ്മൾ അങ്ങോട്ട് ചെന്ന് നേരിട്ട് മറുപടി പറഞ്ഞാൽ മതിയോ? എടാ പൊട്ടാ, നിന്റെ സംസാരത്തിനിടെ വരുന്ന കൗണ്ടർ കമന്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് അങ്ങനെ ഒന്നും വരില്ല. പിന്നെ എന്ത് വരും? അത്യാവശ്യം ട്രീറ്റ്, പിന്നെ ഫ്ലേട്ടിങ്, വേണ്ടി വന്ന ഡേറ്റിംഗ്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് അറിയില്ലടാ. നിന്റെ കാര്യം. എടാ, നിന്റെ ഫ്ലേട്ടിങ് കൊണ്ട് അങ്ങോട്ട് ചെന്നാലേ അവൾ ഡമ്പറെടുത്ത് തലക്കടിക്കും. അവളെന്താ അപകടകാരിയാ? അപകടം അവളെ കണ്ട വഴിമാറി പോകും. പിന്നെന്താ ഒരു വഴി? നീ വിഷമിക്കണ്ട, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. നീ ഒരു ജ്യൂസ് കൂടി ഓർഡർ ചെയ്യും. ചേട്ടാ, 2 ജ്യൂസ്. ഏയ്, ഹലോ പാറു. കോയിൻസിഡൻസ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതേ നമ്മൾ പിന്നെയും എന്താ സാജന്റെ ഉദ്ദേശം? റൗണ്ടുകളൊക്കെ ഭംഗിയായി കംപ്ലീറ്റ് ചെയ്യണം. ഒടുവിൽ എന്തെങ്കിലും കിട്ടിയാൽ അതുമായി വീട്ടിൽ പോകണം. അത് തന്നെ കിട്ടും. ഇങ്ങനെ പോയാൽ അടിയാണ് കിട്ടാൻ പോകുന്നത്, അല്ലാതെ സാജൻ വിചാരിക്കുന്ന പോലെ ഉത്തരവൊന്നും കിട്ടാൻ പോകുന്നില്ല. ദൈവമേ, നീ ഇത്ര കരുണയുള്ളവനാണോ? എന്താ ഞാൻ ഈ കേൾക്കുന്നത്? അടിയോ? സാജന് തലയ്ക്ക് വല്ല പ്രോബ്ലം ഉണ്ടോ? ഇല്ല. പിന്നെ എന്തിന്റെ തല്ലുകൊളുത്തര കാണിച്ചെന്നെ പുറകെ നടക്കുന്നേ? തല്ലുകൊള്ളാൻ. ദേ, തമാശയല്ല. എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. എനിക്കറിയാം, തല്ലുമായിരിക്കും. തല്ലിക്കോ. ഇതുവരെ കഷ്ടായല്ലോ. കിട്ടാനുള്ള വാങ്ങിച്ചു കിട്ടാതെ പോകുന്ന പ്രശ്നമല്ല ഞാൻ. വിടില്ല ഞാൻ. ഞാൻ തികച്ചും ഒരു ശല്യമായി മാറിക്കഴിഞ്ഞു അല്ലേ? ഇനി താൻ എന്റെ വായിലിരിക്കുന്ന മൊത്തം കേൾക്കും. അതും കേൾക്കാൻ തയ്യാറായി തന്നെയാണ് എന്റെ വരവ്. ഓഹോ, അപ്പൊ കരുതിക്കൂട്ടി മനുഷ്യന്മാരെ ഉപദ്രവിക്കാൻ തന്നെയാണ് ഉദ്ദേശം അല്ലേ? അപ്പൊ ഇതൊരു ചെയ്തൊന്നും പാറുവിന് ഉപദ്രവമായിട്ട് തോന്നിയിട്ടില്ലേ? ഒരാൾ ചെയ്യുന്ന ഉപദ്രവമാണോ സഹായമാണോ എന്ന് മനസ്സിലാക്കാനുള്ള സെൻസ് പാറുവിനില്ലേ? ഞാൻ അവസാനമായിട്ട് പറയാണ്, വെറുതെ എന്നെ പുറകെ വരണ്ട. ഞാൻ ലോകത്തെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന മനുഷ്യൻ ഇപ്പൊ നീയാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും സ്നേഹത്തിലാവില്ല എന്നുള്ള വലിയ സത്യം നീ മനസ്സിലാക്കണം. ഇറ്റ്സ് എ കംപ്ലീറ്റ് വേസ്റ്റ് ഓഫ് ടൈം. പ്ലീസ്. ബുദ്ധിമുട്ടാണ്, പിന്മാറില്ല. മര്യാദക്ക് പിന്മാറാൻ ഞാൻ പറഞ്ഞു. പിന്മാറില്ല. പിന്മാറാ. ഇല്ലെന്നേ. അയ്യോ സോറി, ഒന്നുകൂടെ അടിച്ചു, മിസ്സായി പോയി. അടിച്ചു വന്നേ. അടിക്ക് അടിക്ക്. അയ്യോ പോലെ നിക്ക്.